വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആണ് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് അല്ലേ, അതായത് ഗുണിതങ്ങളും ഘടകങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അവസാനത്തെ പേജിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ ഒന്ന് നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഫൈൻഡ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100, ഫൈൻഡ് ദ പ്രൈംസ് ദാറ്റ് ഡിഫർ ബൈ 2 among these. അതായത് 100-നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകളെല്ലാം കണ്ടുപിടിക്കുക, 100-ൽ താഴെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളെയും കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവയിൽ വ്യത്യാസം 2 ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കുക, പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്ന്. അതിന് സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ ഇതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ഓരോ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2-ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 2-ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 4, 6, 8, 10, 12, 14, 16 എന്ന് പറഞ്ഞ് 2-ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. അതേപോലെ 3-യുടെ മൾട്ടിപ്പിൾസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. 4-ന്റെ മൾട്ടിപ്പിൾസ് കട്ട് ചെയ്യാം, 5-ന്റെ, അങ്ങനെ ഓരോ നമ്പറിന്റെയും മൾട്ടിപ്പിൾസ് കട്ട് ചെയ്ത് കളയുമ്പോൾ അവസാനം ബാക്കി വരുന്ന ആൾക്കാരാണ് ഈ കാണുന്ന 2, 3, 5, 7, 11, 13, 17 എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പ്രൈം നമ്പേഴ്സ് ആണ്. 100-ലുള്ള 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിലുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ഇവിടെ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഡിഫറൻസ് 2 ആയിട്ടുള്ളത്, ഇവരുടെ വ്യത്യാസം 2 ജോഡികൾ കണ്ടെത്തണം. വ്യത്യാസം 2 ജോഡികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയ്ക്ക് ആര് മാത്രമേ പാടുള്ളൂ? ഒരു നമ്പർ മാത്രമേ പാടുള്ളൂ. ഇവിടെ നോക്കി, 3-ഉം 5-ഉം പ്രൈം നമ്പേഴ്സ് ആണ്. 5 - 3 എത്രയാണ്? 2 ആണ്. അതായത് ഇവരുടെ നടുക്ക് ഒരു നമ്പർ മാത്രമേ പാടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കോളുക, ഇവിടെ ഇവരെന്താണ്? ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അതേപോലെ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇനിയുണ്ട് ഇവരുടെ ഡിഫറൻസ് 2 ആണ്, ഇവരുടെ ഡിഫറൻസ് 2 ആണ്. പിന്നെ എവിടെയുള്ളത് നോക്കിയതാ, ഇവരുടെ ഡിഫറൻസ് 2 ആണ്. കഴിഞ്ഞു അല്ലേ? ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഡിഫറൻസുകളാണ് 2 ആയിട്ടുള്ള വ്യത്യാസം 2 വരുന്നത്. നോക്കിക്കോ, 3, 5 - 3 2 ആണ്, 7 - 5 2 ആണ്, 13 - 11 2 ആണ്, 19 - 17 2 ആണ്, 43 - 41 2 ആണ്, പിന്നെ 73 - 71 2 ആണ്. ഇങ്ങനെയാണ് വ്യത്യാസം കണ്ടുപിടിക്കുക, ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാൻ ദ പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം? അതായത് 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകുമോ? അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യ പേരിൽ തന്നെയുണ്ട്. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, നമ്മൾ എണ്ണാൻ ഏത് നമ്പേഴ്സാണ് ഉപയോഗിക്കുക? 1, 2, 3, 4, 5 ഇങ്ങനെയാണ് നമ്മൾ എണ്ണുന്നത് അല്ലേ? ഇനി നമ്മൾ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം, ഞാൻ 2 എണ്ണൽ സംഖ്യ എടുക്കുന്നു, 1 × 2. ഇതിന്റെ ആൻസർ എന്താണ്? 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. പോട്ടെ, ഞാൻ മാറ്റിയെടുക്കുന്നു. 2 എണ്ണൽ സംഖ്യ 1 × 3 എടുക്കുന്നു, അത് 3 ആണ്. അതും എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം പ്രൈം ആകുമോ എന്ന് ചോദിച്ചാൽ യെസ്, 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം പ്രൈം നമ്പർ ആകും. 1 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്, 2 എന്ന് പറയുന്നതും എണ്ണൽ സംഖ്യയാണ്. ഇവരെ ഗുണിച്ചാൽ എനിക്ക് കിട്ടുന്നത് 2 ആണ്. അതൊരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകുമോ? 2 അഭാജ്യ സംഖ്യകളുടെ തുക, ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്, 3 എന്ന് പറയുന്നതും ഒരു പ്രൈം നമ്പർ ആണ്. ഇവർ 2 പേരും ഞാൻ ആഡ് ചെയ്യുന്നു, സോ ആൻസർ ഈസ് 5. 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ, അതായത് അഭാജ്യ സംഖ്യയാണ്. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? യെസ്, 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആവുമോ? യെസ്, 2 പ്രൈം നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആകാം. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളുടെ അവസാനത്തെ പേജിലുള്ള 3 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ ചാപ്റ്റർ സെറ്റ് ആക്കാം.